കാന്ത. അതിൽ നിന്നൊരു കാര്യം പറയട്ടെ, ദുൽഖറിനെ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ എല്ലാവരുടെയും അണ്ണാകിൽ കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ദുൽഖർ സൽമാൻ. അപ്പോൾ DQ ദുൽഖർ നായകനായിട്ടുള്ള തമിഴ് സിനിമ ഒന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ വന്നിട്ട് ശെൽവമണി. ആദ്യം തന്നെ ഡയറക്ടറൊക്കെയാണ് ഫസ്റ്റ് ഒരു കൈയ്യടി കൊടുക്കേണ്ടത്. അതായത് ഈ കാന്ത എന്നുള്ള സിനിമ ആരംഭിക്കുന്നത്, അതിൻ്റെ കഥ പോണത് സത്യമായി സിനിമയ്ക്കുള്ള ഒരു സിനിമയാണ്. 950, 60 ആ കാലഘട്ടത്തിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുന്നൊരു നായകൻ്റെ കഥയാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിൽ ഡയറക്ടർക്ക് കൈയ്യടി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പല ഫ്ലാഷ് ബാക്ക്, സിനിമയ്ക്കുള്ള സിനിമ, ആ കാലഘട്ടത്തിൽ സിനിമയ്ക്കുള്ള സിനിമ, അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെയുള്ള അന്നത്തെ കാലഘട്ടത്തിൽ സിനിമ എന്താണോ അത് A to Z ഒരു പഴുതുപോലും തുറന്നു വിടാതെ കൃത്യമായിട്ട് എല്ലാ പഴുതുകളും അടച്ച് സംവിധായകർ എടുത്തിട്ട് നമ്മളെ കൺവീൻസ്, ഒരു സീന് പോലും നമുക്ക് കൺവീൻസിങ് അല്ലാത്ത രീതിയിൽ തോന്നില്ല. അമ്മാതിരി ടെക്നിക്കൽ എല്ലാം ടെക്നിക്കലും മ്യൂസിക്കലും അന്നത്തെ കോസ്റ്റ്യൂമായാലും അന്നത്തെ പഴയ നായകന്മാർ എങ്ങനെയായിരിക്കും, സമൂഹത്തിൽ എങ്ങനെയായിരിക്കും നായകന്മാർ നടക്കുക അല്ലെങ്കിൽ സംസാരിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും DQ കൊണ്ട് ചെയ്യിപ്പിച്ച ഈ സംവിധായകൻ ശെൽവമണി എന്ന സംവിധായകനാണ് ഫസ്റ്റ് കൈയ്യടി. ഇതിൽ സിനിമയിലേക്ക് കഥയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ചില ആളുകൾക്ക് ഈ സ്റ്റോറി ഒരു തുടക്കത്തിൽ കഥ തുടങ്ങുന്നത് ഒരു സ്റ്റോറിയുടെ ഒരു ചെറിയ ക്ലിപ്പിംഗ് വെച്ചിട്ടാണ് കഥ തുടങ്ങുന്നത്. നമുക്കതൊരു വാലും മൂടും അറിയില്ല. പിന്നെ അവിടെ ശേഷം അതിൻ്റെ ഒരു ബാലൻസ് എന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫ് എൻഡ് ആവും. അപ്പോഴാണ് ത്രില്ലിങ്, നമുക്ക് പടത്തിന് ക്യൂരിയോസിറ്റി വർദ്ധിക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരു തലയും വല്ലതൊരു ക്ലിപ്പ് ഓപ്പണിങ്ങിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഇൻ്റർവെൽ, അതായത് ഇൻ്റർവെൽ പഞ്ചിക്കൊണ്ട് നിർത്തും. അപ്പോഴാണ് നമ്മൾ ഈ കഥ സ്റ്റോറി കണക്ട് ആവുന്നത്. അപ്പോൾ അതുവരെയുള്ള ഒരു ഇൻ്റർവെല്ലിൽ വരെ ചെറിയ ലാഗ്, അല്ലെങ്കിൽ പണ്ടത്തെ ഈ പറഞ്ഞ സംവിധായകനും നായകനും തമ്മിൽ, അന്നത്തെ സംവിധായകനും നായകനും തമ്മിലുള്ള ഇഷ്യൂസ്, ഈഗോ ക്ലാഷ്, അങ്ങനെയുള്ള ഒരു തണുത്ത മട്ടിലുള്ള കഥ പോയി അവിടെ നിന്ന് ശേഷമാണ് ഇവരുടെ ഇതിൽ നടക്കുന്ന ഒരു ഇൻ്റർവെൽ ശേഷം ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലാണ് കഥ പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് കഥ മാറുമ്പോൾ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് കഥ വരുന്ന സമയത്ത് കഥ അതുവരെ സൈലൻ്റ് ആവാണ്ട് ബോറടിച്ചിരുന്ന ആളുകളൊക്കെ ആ സമയത്ത് നല്ല എനർജറ്റിക് ആയിട്ടാണ് തിയേറ്ററിൽ ഇരുന്നത്, ഞാൻ ഉൾപ്പെടെ. DQയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് ഈ കാന്ത എന്നുള്ള സിനിമ. കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഈ പുള്ളിക്കാരൻ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. DQനൊപ്പം തന്നെ നിന്നിട്ടുള്ള മറ്റൊരു കഥാപാത്രമാണ് സമുദ്രക്കനി. അതായത് അന്നത്തെ ഒരു സംവിധായകൻ്റെ റോളാണ് സമുദ്രക്കനിക്ക്. ഒരു പണ്ടത്തെ കാലത്തെ ഒരു സംവിധായകൻ, ആ സംവിധായകനാണ് കഥയിലേക്കല്ല, സ്പോയിലറല്ല, ഒരു ബേസിക് തൊട്ട് വരികയാണെങ്കിൽ അന്നത്തെ സംവിധായകനാണ്, ഈ സംവിധായകനായിട്ട് അഭിനയിച്ച ആളാണ് നമ്മുടെ സമുദ്രക്കനി. DQനൊപ്പം കട്ടയ്ക്ക് നിന്നിട്ടുള്ള പെർഫോമൻസാണ് പുള്ളിക്കാരൻ കാഴ്ചവെച്ചത്. അപ്പോൾ ഈ ഡയറക്ടറാണ്, അതായത് ആ സംവിധായകൻ്റെ പേര് വന്നിട്ട് അയ്യ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്, സമുദ്രക്കൻ്റെ പേര്. ആ കഥാപാത്രമാണ് DQനെ ഈ സിനിമയിലേക്ക്, അതായത് സിനിമയുടെ ഉള്ളിലെ കഥ പറയുന്ന സിനിമയാണല്ലോ. അപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിൽ നായകനായിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയിൽ അവസരം കൊടുത്ത DQനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് ഈ അയ്യ എന്ന് പറഞ്ഞ കഥാപാത്രം. അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആയാലും ഇവർ ഒരുമിച്ചുള്ള കോമ്പിനേഷനുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. കൈയടിച്ച് നമ്മൾ തന്നെ തിയേറ്ററിൽ കൈയടിച്ചു പോകും. അതായത് DQനെ ഇദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന അഭിനയത്തിൻ്റെ ഒരു വർഷം കാണിച്ചു കൊടുക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. അത് DQ അനുകരിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. ഇവർ രണ്ടുപേരും കട്ടയ്ക്ക് മത്സരിച്ച് അഭിനയിച്ചൊരു 1-2 സീക്വൻസ് ഇതിലുണ്ട്. അതെല്ലാം DQ, ഞാൻ മുൻപ് പറഞ്ഞ DQയുടെ അഭിനയത്തിൻ്റെ എക്സ്ട്രീം ലെവൽ ഇതിലെടുത്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിനയിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളായിട്ട് ഇപ്പോൾ യുവതാരങ്ങളായിട്ട് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ നിൽക്കുന്ന പൃഥ്വിരാജായിട്ട് കമ്പയർ ചെയ്യാം, ടോവിനോട് കമ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. DQനിക്ക് അഭിനയിക്കാൻ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവരുടെയൊക്കെ അണ്ണാക്കിൽ കൊടുത്തിട്ട് പറയാം പടം. പിന്നെ സോങ്സ് കാര്യമായിട്ടുള്ള സോങ്സ് ഒന്നും ഇല്ല അതിൽ, അത്രയ്ക്ക് വലിയ പറയത്തക്ക രീതിയിലുള്ള സോങ്സും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. BGM കോസ്റ്റ്യൂം, അതുപോലെ തന്നെ അന്നത്തെ പണ്ടത്തെ സിനിമയിലെ എഡിറ്റിംഗ് ലാബായാലും, അല്ലെങ്കിൽ സിനിമകളിലെ എങ്ങനെയാണ് ലൊക്കേഷൻസ്, എങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സിങ്, അവരെ ഒരു മലയാളമല്ല തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന ആളുകൾ എങ്ങനെയാണ് ആളുകളോട് പെരുമാറുക, അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അതൊക്കെ നമ്മൾ 100% കൺവിൻസ് ആവും. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ 100% ഇറങ്ങിച്ചെല്ലും. ഒരു പടം 2-2.5-3 മണിക്കൂറിന് അടുത്തുണ്ട്. ഒരു ചെറിയൊരു ലാഗ് എനിക്ക് അവിടെയൊക്കെ ഫീൽ ചെയ്തു തുടക്കത്തിൽ. പിന്നീട് നമ്മളൊരു സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴേക്കും ഇൻവെസ്റ്റിഗേഷൻ ലെവലിലേക്ക് വരും. അപ്പോഴാണ് നമ്മുടെ റാണ പുള്ളിക്കാരൻ്റെ എൻട്രി. റാണ അതിൽ തകർത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ബാഹുബലത്തിൽ നമ്മൾ ഞെട്ടിച്ചാണ്. ആ ഒരു സ്ക്രീൻ പ്രസൻസ് അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിട്ട് റാണയ്ക്ക് ഇതിൽ എനിക്ക് DQനൊപ്പം കട്ടയ്ക്കുന്ന ആളുകളാണ് റാണ, സമുദ്രക്കനി, പിന്നെ ഭാഗ്യശ്രീ, നായികയായിരുന്ന ഭാഗ്യശ്രീ.
ഇവരെല്ലാം ഇവർക്ക് കൊടുത്തിരിക്കുന്ന റോള്, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ നടന്മാരും ആളുകളും ആ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും കഥ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ ഏറ്റവും കൂടുതൽ ദുൽഖറിനൊപ്പോൾ അല്ലെങ്കിൽ ദുൽഖറിനെക്കാളും കൈയടി കൊടുക്കേണ്ട ഒരു ആളാണ് സംവിധായകൻ എന്ന് പറയുന്നത്. TK മഹാദേവൻ എന്നൊരു കഥാപാത്രമാണ് ദുൽഖർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സിനിമ എന്തായാലും നല്ല രീതിയിൽ ചർച്ചയാവും പുറത്തും. നാഷണൽ അവാർഡോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡൊന്നും കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ DQന്റെ അഭിനയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കരിയറിൽ എടുത്ത പറയാവുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഈ TK മഹാദേവൻ എന്നുള്ള ഈ കാന്ത എന്ന സിനിമയിലെ കഥാപാത്രം. അത്രത്തോളം എനിക്ക് ഞാനെല്ലാം ക്ലാസ് കൈയടിച്ചു. ഒരുപാട് പേര് കൈയടി. സിനിമയില് ചില ആളുകൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല. അതായത് ഇപ്പോൾ വലിയ ക്ലാസ് മാസൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അതല്ലാത്ത ഒരു സിനിമയായിട്ട് വന്നിട്ടുള്ള ആളുകൾ നല്ല രീതിയിൽ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പല നെഗറ്റീവ് അഭിപ്രായം വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ ലാലേട്ട ഫാൻസിന് ചിലപ്പോൾ ഈ പടം ഇഷ്ടപ്പെടുന്നു വരില്ല. അത് സ്വാഭാവികമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഫാനിസം കാണിച്ച് നല്ലൊരു സിനിമയെ തകർക്കാതിരിക്കാൻ നോക്കുക. എന്തായാലും ഈ പടം എനിക്കിഷ്ടപ്പെട്ട് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി പറഞ്ഞു, DQന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പടമാണ് ഈ കാന്ത എന്നുള്ള സിനിമ. എന്തായാലും പടം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക.